അല്ല സുബേറെ, ഇന്നാണ് നമ്മളെ ഫൈനൽ മഹാമഹം. ഇപ്പൊ കഥ പറയണ്ട. കാരണം എന്താ അറിഞ്ഞോ, അർജന്റീന്റെ എതിരുള്ള ഫാൻസ് ഒക്കെ ഒന്നായിരുന്നു. ഈ ദുനിയാവില് 48 രാജ്യമല്ലേ പങ്കെടുക്കണത്. ആ 46 ടീമിന്റെ ആൾക്കാരും ഒന്നായിരുന്നു. അർജന്റീന നാളെ സ്പെയിൻ ഏറ്റവും കടുത്ത ശത്രുക്കൾ നാളെ സ്പെയിൻ്റെ നാളെ കുലിക്കാൻ നിക്ക. കാരണം ഇംഗ്ലണ്ടുകാർ ശ്രമിച്ച് നടന്നില്ല, ബ്രസീലുകാർ നടന്നില്ല, അവിടെ ഫ്രാൻസ് പല ടീമും പതറി. അപ്പൊ നാളെ ഇവര് കപ്പട് പൊന്തിച്ചാണെങ്കിൽ ഇവലൊക്കെ ഹൃദയം പൊട്ടു അലി അർജന്റീനെതിരെയുള്ള ഫാൻസറെ. അപ്പോൾ എന്ത് മുട്ടും നാളെ നടക്കും. കാരണം ഓലിപ്പോ എന്നോട് പറഞ്ഞതാണോ ഒറ്റ പറയാ രസിച്ച് രണ്ടാറടക്കം നമ്മളിപ്പോ സ്പെയിന്റെ ആളായിട്ടൊന്നും അല്ല, തോറ്റ് കിട്ടിയാൽ മതി, നമ്മളിവിടെ നിൽക്കാൻ പറ്റൂല. രഹസ്യമായിട്ട് കേട്ട് ഒരു പറയത്ത് തോറ്റ് ഞാൻ സ്പെയിന്റെ ആളായിട്ടല്ല, നമ്മള് സ്പെയിന്റെ കൂടെ കൂടുക, ഇവിടെ നിൽക്കാൻ പറ്റൂല, പണ്ടാറടക്കാൻ നാട്ടിൽ. അപ്പൊ ഞാനോട് പറയുകയാണെങ്കിൽ അങ്ങനെ സംഭവം. ഇപ്പൊ സ്പെയിൻ എന്ന് പറഞ്ഞാൽ എഴുതി പള്ളാൻ പറ്റാത്ത ടീമാണ്. കാരണം യൂറോപ്പിൽ ഈ കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീം ഫ്രാൻസിന്. ആ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ എംബാപ്പ കളത്തിലൂടെ ഇങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടത്തുക. അവിടെ ഉസ്മാൻ ഡംബാലെ എല്ലാവരും അവിടെ ഏറ്റവും വലിയ കളിക്കാരെ കളി ഉണ്ടാക്കിയ ഒലീസ പോലും. അപ്പൊ ആ ടീമിനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പൂട്ടണമെങ്കിൽ സ്പെയിൻ ചില്ലറക്കാരല്ല കേട്ടോ. ലൂയിസ് ഡെഫോണ്ട എന്ന് പറഞ്ഞ കോച്ച് വല്ലാത്ത കോച്ചാ. കാരണം ഈ ഫ്രാൻസ് കളത്തില്ല, പന്ത് തൊട്ടില്ല, വല്ലാത്ത പ്ലാനിങ് സ്പെയിന്റെ പ്ലാനിങ് അത് സംഭവിച്ചേ പറ്റും. ആ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ 2010 ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്ക ആദ്യം വെച്ച ലോകകപ്പിൽ ആ കിരീടം ഉള്ളു. സ്പെയിൻ ആ 2010 ആ കിരീടം മാത്രമേ സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിനെ ഇല്ലാതാക്കി ആത്മവിശ്വാസം ഉണ്ടോ. ലൂയിസ് ടെലഫോണ്ട ഉണ്ട്, അപ്പോൾ ഉനൈസൻ സോമൻ ഗോൾ കീപ്പർ പോകും അവിടെ പിന്നെ ഫോമിലാണ്. പിന്നെ ഡാനി വിവനുണ്ട്, റോബിലോ നോർബറ്റ് ഉണ്ട്, അവിടെ കുക്കുള്ളയുണ്ട്, പെട്രോ പോറോ, അവിടെ മാർട്ടിൻ സുബിമെന്റി, പിന്നെ അവിടെ മിക്കമീരുടെ ഫജിയ റൂയിസ്, ഗാവി പെട്രോപടി, ജമാലി പക്ഷെ വില്യംസ് ഫോമല്ല, എന്നാലും ഇറങ്ങുമെന്നറിയില്ല. അപ്പൊ ഓലി സ്പെയിൻ ഒരിക്കലും ഡിഫൻസ് നിൽക്കുന്ന ടീമല്ല, ഡിഫൻസ് ഫുള്ള് ഡിക്കി ഡാക്കിയാൽ കുറിയ പാസിലാക്കുക. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തരായി ബ്രിട്ടൻ, ഇംഗ്ലണ്ട് ഓലെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസം അർജന്റീനക്ക് ഉണ്ട്. അപ്പൊ ബ്രിട്ടൻ നല്ല ഫോമിൽ ഇങ്ങനെ. കാരണം ഈ സ്കലോണി അവസാന നിമിഷത്തെ ഒരു 70 മിനിറ്റ് സ്പെയിന് അർജന്റീന ഒരു ഡിഫൻസ് താങ്ങാൻ പറ്റില്ല, അജാതി ഫോമിലാണ്. അപ്പൊ സ്പെയിൻ ഗോൾ അടിച്ചാലും പതറാതെ അർജന്റീന തിരിച്ചടിക്കുന്ന വിശ്വാസം. പിന്നെ ഈ ലയണൽ സ്കലോണിന്റെ അവസാന സബ്സ്റ്റിറ്റ്യൂട്ടർ ഉണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ടർ ആളൊക്കെ ആ ഡീപോൾ വന്ന്, അതേമാതിരി ഓട്ടോമെന്റി വന്ന്, അതുപോലെ പിന്നെ നിക്കോളാസ് കോൺസാലസ് വന്ന്, ലൗതാറ മാർട്ടിനസ് വന്ന്, അടിപൊളി മാറ്റങ്ങളാണ് അതിനാണ് പിടിച്ചു കെട്ടി. പിന്നെ മെസ്സി 48 മിനിറ്റ് കിക്ക് കൊടുത്ത് എന്താണ് ലൗതാറ മാർട്ടിനസ് തലമ്മനായിട്ട് കൊടുക്കുക. എന്താണ് അപ്പൊ മെസ്സിനെ ഒരു മാർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്പെയിൻ കീഴടങ്ങേണ്ടി വരും. സ്പെയിനെ അപ്പൊ യമാല് നല്ല കളിക്കാരൻ സമ്മതിച്ച്. മെസ്സി ഓന് എന്തോ പിന്നെ കുളിപ്പിച്ചിറങ്ങൊക്കെ. കാരണം ബാഴ്സലോണ കളിക്കുമ്പോ ജമാല് കുട്ടിയിനി ഓന്റെ അടുത്ത് പോയി കുളിപ്പിച്ചൊക്കെ പറഞ്ഞിട്ട് അത്ര അച്ഛനായിട്ട് തന്നെ ജമാല് കാണാൻ ഇവര് കളത്തിൽ കളിയല്ലേ. അപ്പൊ ജമാല് ഒരു പൂട്ടാൻ സാധ്യത ഉണ്ട് അർജന്റീന ഭയങ്കര പിന്നെ നല്ല പ്രഷർ ചെയ്ത് കളിക്കുന്ന ടീമാണ്. നമ്മൾ ഇംഗ്ലണ്ടിന്റെ സിമിയോണി. അപ്പോ ഈ യൂറോപ്യൻ രാജ്യം പിന്നെ അവിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമുള്ള മെസ്സിക്ക് ഒരു 4ാം കിരീടം നേടിക്കൊടുക്കാൻ അർജന്റീന 100% ശ്രമിക്കും. ഉറപ്പാണ് ഒരു കിരീടം. ഇനിയൊരു അവസരം കിട്ടാവില്ല. കിരീടം നേടിയിൽ 4ാം കിരീടം നേടിക്കൊടുക്കാൻ സ്പെയിനും 2010 കിരീടം നേടാൻ ഒരു ശ്രമിക്കും. അപ്പൊ എക്സ്ട്രാ ടൈമിൽ തള്ളിക്കളയാൻ അജാതി കളിയായിരിക്കും. യൂറോപ്യൻ രാജ്യവും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രം തമ്മിലുള്ള പോരാട്ടമാണ് എന്റെ അഭിപ്രായത്തിൽ. ഇനിയൊരു കടമ്പ അന്നത്തെ കടമ്പ കടന്നാൽ മതി അർജന്റീന. അതുകൊണ്ട് ഫൈനലിൽ പതറൂല. പിന്നെ ഫ്രാൻസിനെതിരെ കിട്ടില്ല പോരാട്ടല്ലേ കഴിഞ്ഞ വേൾഡ് കപ്പിലെടുത്ത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സ്പെയിൻ ചിലാറക്കാരല്ല, സ്പെയിൻ മോശം ഞാൻ പറയല്ല, സ്പെയിൻ ശക്തരാണ്, അത് എഴുതി തള്ളാൻ പറ്റൂല. തിരിച്ചാണെങ്കിൽ സ്പെയിൻ അത്ഭുതപ്പെടാത്ത സ്പെയിൻ ശക്തരാണ്. എന്നാലും അർജന്റീന 4ാം കിരീടത്തിന് വേണ്ടി മെസ്സിക്ക് ജീവൻ പോലും ത്യജിച്ചൊരു നേടുമെന്നാണ് എന്റെ വിശ്വാസം.